So what about second law? Second law of thermodynamics gives us the concept about entropy. Entropy എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് ആരാണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ്, ബിക്കോസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് gives us the concept about temperature. So it's also correct. Hi, welcome all to Entri Technical YouTube channel. So ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീം, എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. നമുക്കെല്ലാവർക്കും അറിയാം കേരള PSC മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റീറ്റീവ് എക്സാംസിന് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഏതൊരു എക്സാം ആയിക്കോട്ടെ, ഒരു ഡിപ്ലോമ ലെവൽ അല്ലെങ്കിൽ b.tech ലെവൽ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, M.tech ലെവലിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ നോർമലി ചോദിക്കാറുണ്ട്. വളരെയധികം എല്ലാവരും വളരെ ഡിഫിക്കൽട്ടായിട്ട് കാണുന്ന ഒരു സബ്ജക്റ്റാണ് തെർമോഡൈനാമിക്സ്. പക്ഷെ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് തന്നെ പഠിച്ച് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. സോ ഇന്നത്തെ സെഷൻ മുതൽ നമ്മൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് സബ്ജക്റ്റിനെ ബേസ് ചെയ്തുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ സീരീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കേരള PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇനിയുള്ള പുതിയ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ പുതിയ എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് തെർമോഡൈനാമിക്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടിപ്പിക്കൽ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സോ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ സെഷൻസുകൾ ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. വൺസ് അഗെയിൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഒരു 4 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഇപ്പോഴത്തെ കേരള PSC എക്സാമിന് നോർമലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സ്പെസിഫിക് എൻട്രോപ്പി, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി ആർ എക്സാമ്പിൾസ് ഓഫ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്പെസിഫിക് എൻട്രോപ്പി, ടെമ്പറേച്ചർ, ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണെന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്ലാസ് സെഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? The thermodynamic coordinates which are used to define the state of a system. അല്ലേ, ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോഡൈനാമിക് കോർഡിനേറ്റ്സുകളെയാണ് ബേസിക്കലി നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. Mainly there are 2 types of properties. We all know that. First one is the intensive property and another one is extensive property. So what do you mean by intensive property? Intensive properties are defined as those properties which are independent of mass. അല്ലെ, മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടികളെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പോൾ എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്തായിരിക്കും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ മാസ്. ആ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ആ ഒരു മാറ്ററിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളെ നമ്മൾ എന്തെന്ന് പറയും? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. സോ ഇതിന്റെ എക്സാമ്പിൾസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സ്പെസിഫിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സ്പെസിഫിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്? ഇറ്റ് ഡിനോട്ട്സ് പെർ യൂണിറ്റ് മാസ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് മാസ് അല്ലേ. അപ്പോൾ യൂണിറ്റ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ സ്പെസിഫിക് ചേർന്ന് വരുന്ന എല്ലാ പ്രോപ്പർട്ടികളും എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഓൾ സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ആർ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ സ്പെസിഫിക് എൻതാൽപ്പി ആയിക്കോട്ടെ, സ്പെസിഫിക് എൻട്രോപ്പി ആയിക്കോട്ടെ, സ്പെസിഫിക് എനർജി ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം അത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പിന്നെ നമ്മളൊരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നോക്കേ, സ്പെസിഫിക് എൻട്രോപ്പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായിരിക്കും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും, ബിക്കോസ് സ്പെസിഫിക് ഈസ് സംതിങ് റിലേറ്റഡ് ടു യൂണിറ്റ് മാസ്. ക്ലിയർ അല്ലേ? സോ സ്പെസിഫിക് എൻട്രോപ്പി ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ടെമ്പറേച്ചർ, പ്രഷർ എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടികളെല്ലാം എന്ത് തന്നെയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി തന്നെയാണ്. ദെൻ ഡെൻസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്ത് തന്നെയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ബിക്കോസ് ഡെൻസിറ്റി മീൻസ് ഇറ്റ് ഈസ് എ മാസ് ഒക്കുപ്പൈഡ് പെർ യൂണിറ്റ് വോളിയം അല്ലെ. യൂണിറ്റ് വോളിയം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന മാസ്, അതിനെയാണ് ബേസിക്കലി നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഡെൻസിറ്റിയും എന്ത് തന്നെയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രോപ്പർട്ടികളും ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്.
രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹീറ്റ്, വർക്ക് ആൻഡ് എൻട്രോപ്പി ജനറേഷൻസ് ആർ path functions, one of the most important concept in basic concepts of thermodynamics, that is path function and point function അല്ലേ? അപ്പോൾ എന്താണ് path function, എന്താണ് point function എന്നൊക്കെ നമ്മൾ ക്ലാസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പോയിന്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനുകളെയാണ് ബേസിക്കലി നമ്മൾ എന്തെന്ന് പറയുന്നത്? പോയിന്റ് ഫംഗ്ഷൻസ് അഥവാ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാത്ത് ഫംഗ്ഷൻസ് എന്താണ്? ഒരു പ്രോസസ്സ് നടക്കുന്ന പാത്തിന്, ഇപ്പൊ ലെറ്റ്സ് സേ ഒരു പ്രോസസ്, ലെറ്റ്സ് സേ എ 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എ എന്ന് പറയുന്ന പാത്തിലൂടെ നടക്കാം, അതർവൈസ് അത് ബി എന്ന് പറയുന്ന പാത്തിലൂടെ നടക്കും. അപ്പോൾ പാത്ത് മാറുന്നതിനനുസരിച്ച് ആ കറസ്പോണ്ടിങ് വാല്യൂ മാറുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? പാത്ത് ഫംഗ്ഷൻസ്. ദേ ആർ ഡിഫൈൻഡ് ആസ് ദോസ് ഫംഗ്ഷൻസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഫോളോ ഡ്യൂറിങ് ദ പ്രോസസ്. പ്രോസസ്സ് നടക്കുന്ന പാത്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ആ പാരാമീറ്ററിന്റെ വാല്യൂ മാറുന്നെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? പാത്ത് ഫംഗ്ഷൻ എന്ന് പറയും. സോ ബേസിക്കലി പാത്ത് ഫംഗ്ഷൻസ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഹീറ്റും വർക്കും പാത്ത് ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻ. അഡീഷണൽ ആയിട്ട് ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക, എൻട്രോപ്പി ജനറേഷൻ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പാത്ത് ഫംഗ്ഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും എന്ത് തന്നെയാണ്? പാത്ത് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ മൂന്നാമത്തെ എന്താണ്? മെഷർമെന്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ബേസ്ഡ് ഓൺ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? നമ്മൾ ലോസ് ഓഫ് തെർമോഡൈനാമിക്സിൽ ബേസിക്കലി സീറോത്ത് ലോ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലേ? ഇത് മൂന്ന് തെർമോഡൈനാമിക് ലോസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ടല്ലോ. അതിന്റെ ആ ഓരോ തെർമോഡൈനാമിക് ലോസ് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോടാ. ഓക്കെ, സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എന്തിന്റെ ഐഡിയ ആണ് തന്നത്? നമുക്കറിയാം സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഗീവ്സ് us the concept about ടെമ്പറേച്ചർ അല്ലെ? ടെമ്പറേച്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് തന്നത് സീറോത്ത് ലോ തന്നെയാണ്. കറക്റ്റ്. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്തിന്റെ കൺസെപ്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കി തന്നത്? ഇറ്റ് ഗീവ്സ് us the concept about ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. So what about second law? Second law of thermodynamics gives us the concept about entropy. Entropy എന്ന് പറയുന്ന പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നത് ആരാണ്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ്? കറക്റ്റ് ആണ്, ബിക്കോസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് gives us the concept about temperature. So it's also correct statement. Then what about fourth statement? When a gas is heated at constant pressure, its temperature increases and volume decreases. ഇത് കറക്റ്റ് ആണോ? ഒരു ഗ്യാസിനെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്താൽ അതിന്റെ ടെമ്പറേച്ചർ കൂടും, പക്ഷെ വോളിയം കുറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? when a gas is heated at constant pressure, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ ഗ്യാസിനെ ഹീറ്റ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുമ്പോൾ അത് ഏത് ഗ്യാസ് ലോ ഒബേ ചെയ്യണം? അത് ഒബേ ചെയ്യേണ്ടത് ചാൾസ് ലോ ആണ് അല്ലേ? ചാൾസ് ലോ. എന്താ ചാൾസ് ലോ പറയുന്നത്? at constant pressure, volume of a given mass of a gas is directly proportional to absolute temperature അല്ലേ? കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു പ്രോസസ് നടക്കുമ്പോൾ വോളിയം എന്ന് പറയുന്നത് അതിന്റെ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ചാൾസ് ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കേ, നമ്മൾ ഗ്യാസിനെ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഗ്യാസിനെ ഹീറ്റ് ചെയ്യാണ്. ഒബ്വിയസ്ലി അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യൂടെ? ഇൻക്രീസ് ചെയ്യും. ഗ്യാസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിയാൽ അക്കോർഡിംഗ് ടു ചാൾസ് ലോ വോളിയത്തിന് എന്ത് സംഭവിക്കണം? Volume should increase, because at constant pressure volume is directly proportional to absolute temperature അല്ലേ? സോ കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഗ്യാസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ടെമ്പറേച്ചർ കൂടും, അതിനോടൊപ്പം എന്തും കൂടണം? വോളിയവും കൂടണം. അങ്ങനെയാണെങ്കിൽ ചാൾസ് ലോ ഒബേ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വോളിയം ഡിക്രീസസ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഗോസ് റോങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 1, 2 and 3. നമ്മൾ ഒരുപാട് കൺസെപ്റ്റുകൾ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത തന്നെ. കാരണം നമ്മളൊരു പർട്ടിക്കുലർ കൺസെപ്റ്റും അതിലൊരു ഒരു ടോപ്പിക്ക് മാത്രം ബേസ് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് ആ ഒരു കൺസെപ്റ്റ്, നമ്മളെ ബേസിക് കൺസെപ്റ്റിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി പ്രോപ്പർട്ടിയുടെ കൺസെപ്റ്റിനെ നമുക്ക് അറിയണം, പാത്ത് ഫംഗ്ഷൻ, പോയിന്റ് ഫംഗ്ഷൻ കൺസെപ്റ്റ് നമ്മൾ അറിയണം, ലോസ് ഓഫ് തെർമോഡൈനാമിക്സിന്റെ കൺസെപ്റ്റ് നമ്മൾ അങ്ങനെ അറിയണം, പെർഫെക്റ്റ് ഗ്യാസ് ലോ. ഈ 4 കൺസെപ്റ്റുകൾ അറിഞ്ഞാലേ നമുക്ക് ഈ ആൻസർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈം ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. നമ്മൾ ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ച് ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈം ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ സാധ്യമല്ല. സോ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും. ഓക്കെ അല്ലേ? ക്ലിയർ? സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ വാല്യൂ ഓഫ് n ഈസ് ഇൻഫിനിറ്റ്ലി ലാർജ് ഇൻ എ പോളിട്രോപിക് പ്രോസസ് PV raised to n equal to constant, then the process is called. കേരള PSC എക്സാമുകൾക്ക് മോസ്റ്റ്ലി ഒരുവിധം എക്സാമുകൾക്കെല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെ ചോദിച്ചു കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പോളിട്രോപിക് പ്രോസസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ അവിടെ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? PV raised to n is equal to constant എന്ന് പറയുന്നത് പോളിട്രോപിക് പ്രോസസ് ആണ് എന്ന് നമുക്കറിയാം. വേർ n is the polytropic index. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആയാൽ ആ പ്രോസസ്സ് എന്തായി മാറും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. വളരെ ഈസി ആയിട്ട് നമുക്കറിയാം, n-ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ ആ പ്രോസസ്സ് എന്തായി മാറും? ഇറ്റ് ബിക്കംസ് ഐസോകോറിക് പ്രോസസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. Constant volume process. When the value of n becomes infinity, the process becomes constant volume process or isocoric process. Option C is the correct answer. Isocoric process എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണ്? നമ്മളെല്ലാവരും കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിനെ ഐസോകോറിക് പ്രോസസ് എന്നാണ് പഠിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്ന മറ്റൊരു പേരും കൂടെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഐസോമെട്രിക് പ്രോസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഓപ്ഷനിൽ ഐസോകോറിക് കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളോട് എന്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഐസോമെട്രിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ബിക്കോസ് ഐസോകോറിക് പ്രോസസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഐസോമെട്രിക് പ്രോസസ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് വരുന്ന ബാക്കി n-ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോഴുള്ള കേസ് നമ്മൾ കണ്ടു. ഇനി ഇൻഫിനിറ്റി അല്ലാതെ മറ്റേതൊക്കെ വാല്യൂസ് n-ന് വരാം എന്നുള്ള കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കെ, ഈ ഒരു ടേബിൾ നമ്മളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മേ ബി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ഷോട്ടായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. നോക്കെ, n-ന്റെ വാല്യൂ 0 ആണെങ്കിൽ ആ പ്രോസസ്സ് എന്തായി മാറും? ഐസോബാറിക്. അതായത് നമുക്കറിയാം പോളിട്രോപിക് പ്രോസസ് PV raised to n equal to constant എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. n-ന്റെ വാല്യൂ 0 ആകുമ്പോൾ എന്താ അവിടെ? PV raised to 0 equal to constant. എന്താ V raised to 0? നമുക്ക് എല്ലാവർക്കും അറിയാം 1. സോ P is equal to കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക് പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് ഐസോബാറിക് പ്രോസസ് അല്ലെങ്കിൽ ഐസോപീസ്റ്റിക് പ്രോസസ് അല്ലേ? സോ n-ന്റെ വാല്യൂ 0 ആകുമ്പോൾ ഐസോബാറിക് പ്രോസസ് ആവും. അതർവൈസ് വി കോൾ ഇറ്റ് ആസ് ഐസോപീസ്റ്റിക്. ദെൻ n-ന്റെ വാല്യൂ 1 ആകുമ്പോൾ എന്താണ്? PV raised to 1. PV raised to 1 equal to constant, which means that PV equal to constant അല്ലേ? Product of pressure and volume remains constant. അപ്പോഴാണ് പ്രോസസ് എന്തായി മാറുന്നത്? It becomes isothermal process. When the value of n equal to 1, the process becomes isothermal. Then what about the value when n becomes gamma? n-ന്റെ വാല്യൂ ഗാമ ആകുമ്പോൾ നമുക്കറിയാം ആ പ്രോസസ് ഏതായി മാറൂടെ? അഡയബാറ്റിക് പ്രോസസ്. n-ന്റെ വാല്യൂ ഗാമ ആകുമ്പോൾ പ്രോസസ് ബിക്കംസ് അഡയബാറ്റിക് പ്രോസസ് അല്ലേ? അതേപോലെ n ആകുമ്പോൾ നമുക്കറിയാം പോളിട്രോപ്പിക് ആണ്. n-ന്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ പ്രോസസ് ഏതാവും? ഐസോകോറിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്. സോ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. n-ന്റെ വാല്യൂ ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വരാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അത് കറക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ നമ്മൾ ഇന്ന് 1-2 പുതിയ കൺസെപ്റ്റുകൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തു. സോ ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇനിയും എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനലിലൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. സോ വൺസ് അഗെയിൻ താങ്ക് യു ടു ഓൾ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.